ഈ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ 4 വയസ്സുള്ള ഒരു കുഞ്ഞ് സ്കൂളിലേക്ക് കൊണ്ടുപോയ വാഹനത്തിൽ വെച്ച് ശ്വാസം മുട്ടി മരണപ്പെട്ട സംഭവത്തിൽ 40 വയസ്സുള്ള ആ വാഹനത്തിന്റെ ഡ്രൈവറായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് ഇങ്ങനെ അതിദാരുണമായൊരു സംഭവം ഉണ്ടായതെന്നുള്ള പ്രാഥമിക നിഗമനത്തെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം ഇങ്ങനെ ഒരു നടപടി എടുത്തിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഹമദ് സിറ്റിയിലാണ് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തത്. കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥിയായ ഹസൻ അൽ മെഹരി ഈ കുഞ്ഞടക്കം നിരവധി വിദ്യാർത്ഥികളുമായി കിൻഡർ ഗാർഡനിലേക്ക് പോയതായിരുന്നു ആ ഒരു വാഹനം. അതവിടെ എത്തി മറ്റ് വിദ്യാർത്ഥികളെയൊക്കെ ഇറക്കിയ ശേഷം ഈ കുഞ്ഞ് വാഹനത്തിനകത്ത് ഉറങ്ങിപ്പോയത് ഡ്രൈവർ ശ്രദ്ധിച്ചില്ല. എന്നാൽ തിരികെയുള്ള യാത്രയുടെ സമയത്ത് കിൻഡർ ഗാർഡൻ ജീവനക്കാർ ഈ കുഞ്ഞിനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഈ കുട്ടി മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അറിയുന്നതും പിന്നീട് വാഹനത്തിനകത്ത് പരിശോധിക്കുന്നതും. ഇപ്പോഴും അതികഠിനമായ ചൂടല്ലെങ്കിൽ പോലും മണിക്കൂറുകളോളം വായുസഞ്ചാരമില്ലാത്ത വാഹനത്തിനകത്ത് കഴിച്ചുകൂട്ടിയാണ് ആ കുഞ്ഞിന് ജീവൻ നഷ്ടമായത്. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തകരെത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പല ഗൾഫ് രാജ്യങ്ങളിലും അതികഠിനമായ ചൂടുള്ള സമയത്ത് എപ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരു നിർദ്ദേശമാണിത്. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുമായൊക്കെ വാഹനത്തിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതയോടുകൂടി മാതാപിതാക്കളും അല്ലെങ്കിൽ സ്കൂൾ അധികൃതരും ഒക്കെ പെരുമാറണമെന്ന്. ഇവിടുത്തെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ ഇങ്ങനെ കുട്ടികളെ കൊണ്ടുപോകുന്നതിന് ലൈസൻസ് ഇല്ലാത്തൊരു വാഹനമായിരുന്നു അത്. അനധികൃതമായ ഇത്തരം സർവീസുകളെ ഒരു കാരണവശാലും സ്കൂൾ അധികൃതരോ രക്ഷിതാക്കളോ ആശ്രയിക്കരുത് എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബഹ്റിൻ അതോറിറ്റീസ് ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ്.